കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു രാജാവ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കൊട്ടാരങ്ങൾ, അജ്ഞാനവർത്തികളായ ആയിരക്കണക്കിന് ഭടന്മാർ, വിരൽത്തുമ്പിൽ സർവ്വസമ്പത്തും. പക്ഷേ ഈ രാജാവിന് രാത്രി ഉറങ്ങാൻ കഴിയാത്തത്ര വലിയൊരു ഭയമുണ്ടായിരുന്നു. ശത്രുക്കളെയോ യുദ്ധത്തെയോ ആയിരുന്നില്ല അദ്ദേഹം ഭയന്നിരുന്നത്, മറിച്ച് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യത്തെയായിരുന്നു. അധികാരം കൂടുന്തോറും ആ ഭയം അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെയാക്കി മാറ്റി. ആരായിരുന്നു ആ രാജാവ്? അദ്ദേഹത്തെ വേട്ടയാടിയ ആ രഹസ്യം എന്തായിരുന്നു? നമുക്ക് നോക്കാം. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് രാജാവായിരുന്ന ലൂയി 14-ാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൂര്യരാജാവ് അഥവാ ദി സൺ കിങ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പുറമെ അത്രയും ഗാംഭീര്യമുള്ള ഭരണാധികാരിയായിരുന്നെങ്കിലും ഉള്ളിൽ അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടെൻഷൻ സ്വന്തം രോഗങ്ങളും മരണവുമായിരുന്നു. ഇതിനെ മെഡിക്കൽ ഭാഷയിൽ ഹൈപ്പോകോൺട്രിയ എന്ന് പറയാം. തനിക്ക് എന്തെങ്കിലും മാരകമായ രോഗം വരുമോ എന്ന് പേടിച്ച് അദ്ദേഹം ദിവസവും മണിക്കൂറുകളോളം ഡോക്ടർമാരെ അടുത്തിരുത്തി ശരീരമാസകലം പരിശോധനകൾ നടത്തുമായിരുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, ആ കാലത്തെ ഡോക്ടർമാരുടെ വിചിത്രമായ ചികിത്സകൾ കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടുതൽ വഷളായി. ഒടുവിൽ പേടി മൂത്ത് ആരും തന്നെ വിഷം തന്നുകൊല്ലരുത് എന്ന് കരുതി അദ്ദേഹം കൊട്ടാരത്തിലെ ഭക്ഷണക്രമം പോലും കടുപ്പമേറിയതാക്കി മാറ്റി. ആരെയും വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അവസാന നാളുകളിൽ ഈ ഭയം ഒരു ഭ്രാന്തായി മാറി. കടുത്ത വിഷാദത്തിലേക്കും ടെൻഷനിലേക്കും വീണുപോയ ആ വലിയ രാജാവ് കൊട്ടാരത്തിന്റെ ജനലുകൾ പോലും തുറക്കാൻ സമ്മതിക്കാതെ ഇരുട്ടറകളിൽ കഴിഞ്ഞുകൂടി. ഒടുവിൽ 1715-ൽ തന്റെ ഭയങ്ങൾക്ക് കീഴടങ്ങി അദ്ദേഹം മരണപ്പെട്ടു. എത്ര വലിയ അധികാരവും പണവും ഉണ്ടായാലും മനസ്സമാധാനവും ആരോഗ്യവും ഇല്ലെങ്കിൽ മനുഷ്യൻ എത്രത്തോളം തകർന്നു പോകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചരിത്രം. പണത്തെക്കാളും പ്രധാനം നമ്മുടെ മനസ്സിന്റെ സമാധാനമാണ് എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.